തമിഴ്നാട്ടിലെ പന്തല്ലൂർ ഒരു കുരിശുമല വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമുക്ക് പോയാലോ? നമുക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് താളൂരിലോട്ട്. അപ്പോൾ താളൂർ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം കാണുമായിരിക്കും. നമുക്ക് പോവാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ചുള്ളിയോട് ടൗണ്. അപ്പോൾ ടൗൺ നമ്മൾ റൈറ്റിലോട്ടാണ് പോകേണ്ടത്. താളൂർ ടൗണാണ്. ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആദ്യം പൊളിഞ്ഞ റോഡൊക്കെ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം വീതി കൂടിയ റോഡ് ഇവിടെ പണിതിട്ടുണ്ട്. ഇറക്കമുണ്ട് കേട്ടോ. ഇറക്കം ഇങ്ങനെ ചെറുതായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇത് നോക്കിയേ, അവിടെ കുറച്ച് ചേച്ചിമാരെന്തോ പണിയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. എന്താ മീൻകുളാന്ന് തോന്നുന്നു ഇവിടെ. നമുക്കെന്നാ പോവാട്ടോ. അങ്ങനെ താളൂർ എത്തിയിട്ടോ. ഇതാ ക്യാമറയും കാര്യങ്ങളൊക്കെ കാണാം ഇവിടുന്ന്. ഇത് നമ്മുടെ കേരളത്തിലെ ക്യാമറ കേട്ടോ. ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. ഇതാണ് പാലം. ഇതാണ് കേട്ടോ താളൂർ ചെക്ക് പോസ്റ്റ്. ഇവിടെ ഒരു അമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ചെക്ക് പോസ്റ്റ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ് കേട്ടോ. ഇവിടെ അതാണ്ട് ഒരു പള്ളി, ഓർത്തഡോക്സ് പള്ളിയാണ് കേട്ടോ അത്. കയറ്റം കയറി കഴിഞ്ഞ് കുറച്ചും കൊന്ന് പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അവിടെ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ പോലീസ് സ്റ്റേഷൻ. നമ്മളങ്ങനെ എരുമാട് ടൗണിലെത്തിയിട്ടോ. അത്യാവശ്യം ഒരു വലിയ ടൗണാണ് കേട്ടോ വരുന്നത് കേട്ടോ. എരുമാട് ടൗൺ. ഓട്ടോ സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ അയ്യങ്കൊല്ലി ഒക്കെ പോവാം കേട്ടോ. ഈ റോഡാണ് അയ്യങ്കൊല്ലി റോഡ്. അയ്യങ്കൊല്ലി അങ്ങനെ പോവാം. നമുക്ക് നേരെയാണ് കേട്ടോ പോകണ്ടേ. ഇവിടെ നിന്നാണ് എല്ലാവരും ബസ് കയറുന്നത്. ചെറിയൊരു കുഞ്ഞ് കയറ്റാണ് കേട്ടോ. ആപ്പിളും കൊണ്ട് ചേട്ടൻ ആപ്പിൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റിലോട്ടൊരു വഴി പോകുന്നുണ്ട്. ഇത് മണലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ ഈ വഴി പോണേ. ഇവിടെ എന്താ കട്ടൻ. ലെഫ്റ്റ് സൈഡിലൊരു പമ്പ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എരുമാട് കഴിഞ്ഞിട്ട് പന്തല്ലൂർ റോഡിനോട് പോകുമ്പോഴുള്ള പമ്പാണ്. നല്ലൊരു വീടില്ലേ കാണാൻ. ആ വീട്ടിലാണ് ഈ പൂക്കള്. ഇതാണ് കേട്ടോ കയ്യുന്നിപ്പള്ളി. എന്ത് വലിയ പള്ളിയല്ലേ. മാതാവിൻ്റെ പള്ളിയാണ് കേട്ടത്. ഞാൻ പള്ളിന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പള്ളി. ഇവിടെയാണ് സേക്രട്ടാർട്ട് സ്കൂള്. ഇതാണ് ഇന്ന് മനോഹരമല്ലേ കാണാൻ പള്ളി. ഇവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ട് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇന്ന് മനോഹര കാണാമല്ലേ. പൂക്കളും ഗ്രോട്ടോയും. അവിടെ പിള്ളേരുടെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ. അടിപൊളി പള്ളിയല്ലേ. പൂക്കളാണ് എന്ത് രസമാണെന്ന് നോക്കിയേ. അതെന്താ കൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. KCYMൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ വഴിക്ക് നമുക്ക് മണൽവയലിലോട്ട് പോവാം കേട്ടോ. അതൊക്കെ പുതിയ റോഡ് പണിതാന്ന് തോന്നുന്നു. അതിൽ ബസ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. മണൽവയൽ ചേരമ്പാടി മിനി ബസ് കൊടുക്കുന്നുണ്ടായില്ലേ.
നമ്മളങ്ങനെ കയ്യുന്നി എത്തിയിട്ട്, ഇതാണ് കയ്യുന്നി എന്ന് പറഞ്ഞ സ്ഥലം. കയ്യുന്നു കേട്ടോ. ഇവിടുന്ന് റൈറ്റിലോട്ട് അയ്യൻകൊല്ലി അങ്ങനെ പോവാ. അല്ല ഓട്ടോ സ്റ്റാൻഡ്. നമ്മുടെ ബേക്കിൽ ബസ് കയറി വരുന്നുണ്ട് കേട്ടോ. ഇത് ഗൂഡല്ലൂരിലോട്ട് പോണ ബസ്സാണ്. റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളും. ഇവിടെ ഒരു അമ്പലം വരുന്നുണ്ട് കേട്ടോ. അമ്പലം കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറിയൊരു ടൗണാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ റോഡ് സൈഡിലാട്ടോ താമസിക്കുന്നത് അധികം. ഇങ്ങോട്ടൊരു ബസ് വരുന്നുണ്ടേ. രണ്ട് റൈഡേഴ്സ് പോകുന്നു. ഡോമിനറിലാട്ടോ അവർ പോണേ. അവിടെ നിന്നൊരു പയ്യനതാ സൈക്കിളിൽ. പയ്യനെ എവിടുന്നാ വരുന്നതല്ല, ചേട്ടനാണേ. ഒക്കെ നോക്ക്, ചപ്പ് മുറിക്കുന്നത്. അക്കയ്ക്ക് കൂട്ട് മൈന, 2 മൈന കേട്ടോ. ഈ അക്കൊറ്റയ്ക്കുള്ളൊന്ന് പണിക്കും തോന്നുന്നു. പുഷ്പവല്ലിയോ? ഇന്ന് ഒറ്റയ്ക്കുള്ളു പണിക്ക്? എല്ലാവർക്കും ഇങ്ങ ഒറ്റയ്ക്കാ വേലം വേണ്ട. പാവട്ടോ. എന്നോട് ഒറ്റ എത്തിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. അക്കമായതാ ചോറ കഴിക്കുന്നു. ഇവിടെ ചപ്പൂരെ കഴിഞ്ഞ് തൂക്കലും ഫുഡ് കഴിക്കലൊക്കെ ആണല്ലോ അവര്. നമ്മളങ്ങനെ പന്തല്ലൂർ ടൗണിലെത്തി. ഇതാണ്ട് പന്തല്ലൂർ സ്റ്റാൻഡ് വരുന്നത്. താഴോട്ട് പോയ പന്തല്ലൂർ സ്റ്റാൻഡിലോട്ട് നമുക്ക് റൈറ്റിലോട്ട് പോകണം. ഈ റൂട്ടാണ് കേട്ടോ പോകണ്ടേ, കുരിശുമലയിലോട്ട്. ഈ റൂട്ട് അങ്ങോട്ട് കുറേ പോകണം തോന്നുന്നു. നമുക്ക് ഏതായാലും പോയി നോക്കാം. ജീപ്പിനകത്ത് പണി സാധനങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ പോവുക. ഇത് ചെറിയൊരു വഴിയാണ് കേട്ടോ. ഒരു ശല്യമില്ലാത്തൊരു റോഡില്ലേ. അവർ ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അതാ ഇവിടുന്ന് ഞങ്ങൾ നോക്കിയാൽ കാണണ്ട കുരിശുമല. അതാ കാണുന്നു കുരിശുമല. മേലെ കുരിശൊക്കെ ഉണ്ട്. അതാ നമ്മൾ അങ്ങോട്ടേക്ക് എത്തണം കേട്ടോ. മനോഹരമല്ലേ അങ്ങോട്ട് കാണാനേ. ഇവിടെ വേറൊരു വളവ് വരുന്നുണ്ട്, കുഞ്ഞി വളവ്. വളവൊക്കെ കഴിഞ്ഞിങ്ങനെ പോകണം. അപ്പോൾ ഞങ്ങൾ അതിലാട്ടോ വന്നത്. നല്ല കട്ടറും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മളിവിടെ സ്കൂട്ടി വെച്ചു കേട്ടോ. ചേട്ടാ ഈ കാട് വെട്ടുന്ന മെഷീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒറ്റയ്ക്കാണല്ലേ പണിയെടുക്കുന്നത്? ഒറ്റയ്ക്കാണ് കേട്ടോ. ഇത് ഫുള്ള് ചേട്ടൻ്റെ കേട്ടോ. നല്ല രസമുള്ള എസ്റ്റേറ്റില്ലേ ഫുള്ള്. അവിടെ ഒരു അക്ക പണിയെടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോവാം. കൂടി ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വഴി കുറച്ചങ്ങോട്ട് നമുക്ക് പോകാനുണ്ട്. എന്നാലും നമ്മൾ കുരിശുമലയിലോട്ട് എത്തുള്ളൂ. കുറച്ച് നടക്കാനുണ്ട്. ഫുള്ള് കട്ടറും അപ്പോൾ ഇങ്ങോട്ട് സ്കൂട്ടി വരില്ല. ഫുള്ള് ഭയങ്കര കുലുക്കവും ചാട്ടായതുകൊണ്ടേ നമുക്ക് ഡബിളിൽ അങ്ങോട്ട് കയറി പോകാൻ ഇത്തിരി പാടാം. ഇവിടെ ഒരു അക്ക പണിയെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ബാക്കോട്ട് നോക്കിയേ. അവിടെ നിന്നാണ് നമ്മൾ വന്നേ.
ജീപ്പും കൊണ്ടൊക്കെ വരാം കേട്ടോ. ജീപ്പൊക്കെ ഇങ്ങോട്ട് കയറി വരും. ഇവിടെയൊക്കെ ചപ്പ് പറിച്ച് കഴിഞ്ഞു, ചെറുതായി തളർത്ത് വരുന്നുണ്ട്. നമ്മളിങ്ങനെ കയറ്റം ഇങ്ങനെ കയറി അങ്ങോട്ട് പോകണം കേട്ടോ. അതിലാണ് കുരിശുമലയിലോട്ട് കയറാനുള്ള വഴിയുള്ളത്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു വഴി പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ചപ്പ് പറിച്ച് കഴിഞ്ഞിട്ട് മേലേന്ന് റോപ്പ് വഴി താഴോട്ട് കെട്ടി ഇറക്കുക കേട്ടോ ഇവർ ചെയ്യുന്നത്. ഏറ്റിക്കൊണ്ടാൻ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ തലയിൽ വെച്ചാൽ പാടല്ലേ. നമ്മളങ്ങോട്ട് കുറച്ച് കയറി വന്നിട്ട് നോക്കിയേ, ഇവിടെ ആനയുണ്ട് കേട്ടോ. ആനപ്പിണ്ടം കാര്യങ്ങളൊക്കെ. ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റിലാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് വരുന്നവർ ഇത് സൂക്ഷിച്ചിട്ടൊക്കെ വരണം. നമുക്കൊന്ന് കുറച്ചൊക്കെ നടന്ന് പോകാനുണ്ട് കേട്ടോ, മേലേക്ക്. ഉള്ളി തൈരത്തോട്ടാണെങ്കിലും ഇവിടെ ആന വിളയാടുന്ന കേന്ദ്രം കണ്ടത്. ഇവിടെ എസ്റ്റേറ്റിൻ്റെ ഒരു റൂമാണ്. ഇതൊക്കെ ഇവിടെ പൊളിഞ്ഞ് നാശമായിട്ടുണ്ട്. നമുക്ക് ഈ വഴിയാണ് കേട്ടോ പോകണ്ടേ. ഈ വഴി കൊണ്ട് മേലോട്ട് കയറി പോവാ. ഇതിൽ വേണം നമുക്ക് അതിന് ടോപ്പിലോട്ട് പോവാൻ. ബാക്കി തേയിലേ കൂടെയാണ് കേട്ടോ. മഴക്കാറുണ്ട് ചെറുതായിട്ട്. ഇത് മനോഹര കാണാൻ നോക്കിയേ അങ്ങോട്ടേക്കൊക്കെ. ഫുള്ള് തേയിലയിൽ ഉൾപ്പെടെ നമ്മൾ കയറി പോകണം കുറച്ച് നേരോട്ട്. അവിടെയാണ് കേട്ടോ നമ്മൾ എത്തേണ്ടത്. അതിലേക്ക് പോവാ. ഫുള്ള് കാടാണ്. എന്ത് മനോഹരമായ പൂക്കളാ നോക്കിയേ. ഇത് നമ്മൾ ഈ കയറി വരുന്ന വഴിക്കാണ് കേട്ടോ അതൊക്കെ. നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ, കുറച്ച് ദൂരം അങ്ങോട്ട് പോണേ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി പോയിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ മേലോട്ട് കയറി പോകണം നമുക്ക്. പേരക്കൻ്റെ ഇതിലങ്ങനെ നമുക്ക് പോയി നോക്കാം മേലോട്ടേക്ക്. ഇവിടെ ആനപ്പിണ്ടോ. ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ തോന്നുന്നു ഈ ആന. ഇതിൽ മേലോട്ട് പോകണം കേട്ടോ. ആ ഇങ്ങോട്ട് ഫുള്ള് കാടാണ് കേട്ടോ. മേലോട്ട് പോയി നോക്കാം നമുക്ക്. ഇന്നലെ ഇവിടെ ആന വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കിയേ, നല്ല അട്ടയുണ്ട് കേട്ടോ ഇവിടെ. മേലോട്ട് ഇങ്ങനെ കയറിപ്പോവാ. ഞാൻ കുറച്ച് മേലെത്തിയിട്ടോ. ഇതുകൊണ്ട് കൊടി കുത്തി വെച്ചിട്ടുണ്ട്. കോലിൽ വഴി അറിയാൻ വേണ്ടിയാണേ. നമ്മളിതിലെ മേലോട്ട് കാണട്ടെ കയറിപ്പോവാൻ, കുരിശുമലയിലോട്ട്. ഇതിൽ കാടാണേ. ഇത് കയറിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മേലോട്ട്. ഇതിൽ ആന വന്ന പാടൊക്കെ ഉണ്ട് ഇവിടെ.
അതിലോട്ട് നമുക്കിങ്ങനെ പോവാം. കുറച്ച് മേലെത്തിയിട്ടോ. അവിടെ നോക്കി എന്ത് മനോഹരം കാണാൻ. അതിൽ സ്ഥിരം ആന വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ ആന വന്ന വഴി. മേലോട്ടേക്ക് പോയി നോക്കാം. ആന വന്ന വഴി കൂടെ കയറി പോകുന്നു കേട്ടോ. ആന ഊർന്നാണ് വരിക. അപ്പോൾ മടുത്തു കേട്ടോ. ആശാൻ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. ഈ പുല്ല് കെട്ടിയിട്ട് നല്ല മുറിയുന്നുണ്ട് കേട്ടോ ഈ പുല്ല്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് കയറി എത്താനുണ്ട് കേട്ടോ മേലോട്ട്. അവിടെ എത്തണം നമ്മൾ. അവിടെയാണ് നമ്മളങ്ങനെ കുറച്ച് മേലോട്ട് കയറി കേട്ടോ. ഇതിലെ ആന സ്ഥിരമായിട്ട് ഇറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആനേൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. കയറിപ്പോയി നോക്കാം. ഇനി നമുക്കാണ് കയറിപ്പോകണം കുറച്ചുകൂടി. ഇതിൻ്റെ മേലെ സ്ഥിരമായിട്ട് ആന ഉണ്ടെന്ന് തോന്നുന്നു. നല്ല റിസ്ക് പിടിച്ച വഴിയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാട്ടാ കയറി വന്നത്. അതിൽ വഴിയുണ്ട് കേട്ടോ, പക്ഷെ ആന പോയ വഴിയാന്നുള്ളൂ. നമുക്കിനി അവിടെ കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ. കണ്ടില്ലേ ആന വന്ന് ഇതിൽ മൊത്തം വഴിയായി പോയിട്ടുണ്ട്. ഇങ്ങനെ കയറി പോകണം. മഴ പെയ്തിട്ട് പുല്ല് പിടിച്ച് പോയിട്ട് ഇവിടെ മൊത്തം.